കോൾഡ് റെഫ് സിറപ്പ് കഴിച്ചതിനെ തുടർന്ന് രാജസ്ഥാനിലും മധ്യപ്രദേശിലും കുട്ടികൾ മരിച്ച സംഭവത്തിന് പിന്നാലെ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽസ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ശ്രീസൻ ഫാർമസ്യൂട്ടിക്കൽസിൽ മരുന്ന് നിർമ്മാണ പ്രക്രിയയിൽ 350 പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട്. മലിനമായ പരിസരം, ഗുണനിലവാര പരിശോധനാ സംവിധാനം തന്നെ നിലനിൽക്കുന്നില്ല എന്നും കണ്ടെത്തൽ. അതേസമയം കുട്ടികൾക്കുള്ള കഫ് സിറപ്പുകൾക്ക് കൂടുതൽ സംസ്ഥാനങ്ങൾ കൂടി വിലക്കേർപ്പെടുത്തി. കുട്ടികളുടെ മരണത്തിന് പിന്നാലെ കോൾഡ് റെഫ് സിറപ്പ് നിർമ്മിച്ചിരുന്ന കാഞ്ചീപുരത്തെ ശ്രീസൻ ഫാർമസ്യൂട്ടിക്കലിൽ നടത്തിയ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജ്യം മുഴുവൻ വിതരണം ചെയ്തിരുന്ന മരുന്ന് നിർമ്മിച്ചിരുന്നത് ഒരു ചെറിയ മുറിയിലാണ്, അതും വൃത്തിഹീനമായ സാഹചര്യത്തിൽ. മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കാനോ വെള്ളം ശുദ്ധീകരിക്കാനോ ഉള്ള സംവിധാനങ്ങളും മരുന്ന് നിർമ്മാണ യൂണിറ്റിൽ ഇല്ലായിരുന്നു. വിദഗ്ധരുടെ മേൽനോട്ടത്തിലുമായിരുന്നില്ല മരുന്ന് നിർമ്മാണം. അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും കമ്പനി പാലിച്ചിരുന്നില്ല. മരുന്ന് നിർമ്മാണശാലയിൽ നടത്തിയ പരിശോധനയിൽ വിഷമാലിന്യവും കണ്ടെത്തിയിരുന്നു. ഇൻവോയ്സുകളില്ലാതെ വൃക്കരോഗത്തിന് കാരണമാകുന്ന 50 കിലോഗ്രാം പ്രൊപ്പിലീൻ ഗ്ലൈക്കോളാണ് കമ്പനി വാങ്ങിയത്. പരിശോധനയ്ക്ക് ശേഷം കമ്പനി അടച്ചുപൂട്ടി സീൽ ചെയ്തു. കുട്ടികളുടെ മരണത്തിൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിലെ 2 ഉദ്യോഗസ്ഥരെ കൂടി മധ്യപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. കുട്ടികൾക്കുള്ള കഫ് സിറപ്പുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് കൂടുതൽ സംസ്ഥാനങ്ങൾ. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ, ജലദോഷം എന്നിവയ്ക്കുള്ള സിറപ്പുകൾ നിർദ്ദേശിക്കുകയോ നൽകുകയോ ചെയ്യരുതെന്ന് കർണാടക ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോൾഡ് റെഫ്, റെസ്പിഫ്രഷ്, റിലൈഫ് എന്നീ മരുന്നുകളുടെ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും ജാർഖണ്ഡ് സർക്കാരും അടിയന്തര നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ കുട്ടികളുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.